സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് NH ഹൈവേയുടെ റോഡ് പണിയുടെ അപ്ഡേഷനെ കുറിച്ചിട്ടാണ്. ഞാൻ മംഗലാപുരത്ത് പോയി തിരിച്ചു വരുമ്പോൾ ഞാനെടുത്ത വീഡിയോ ആയത്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മംഗലാപുരം മുതൽ കാസർഗോഡ് ടൗൺ വരെ ഏറെക്കുറെ റോഡ് പണി ഫുൾ ഫിനിഷായി. ഏകദേശം സ്ട്രീറ്റ് ലൈറ്റ്, റോഡ് ലൈൻസ്, സിഗ്നൽസ് എല്ലാം ഏകദേശം സെറ്റായി. അവരുടെ നെയിൻ ബോർഡ് ഏകദേശം പണി പൂർത്തിയായി തന്നെ പറയാം. കാരണം ഇവിടെ പണി ഒന്നും ഞാൻ കാണുന്നില്ല. കുറച്ച് സ്ഥലത്ത് മാത്രമേ പെയിൻറ്റിങ്, അത്തരത്തിലെ ചില്ലറ പണി മാത്രമേ ബാക്കിയുള്ളൂ. ട്രെയിൻ പോകുന്നുണ്ടോ സൈഡിലോ കൂടി? നല്ല കാഴ്ചയല്ലേ? നിങ്ങളിത് കണ്ടു നോക്ക്. ഏകദേശം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിൽ പോകുമ്പം പരമാവധി ശ്രദ്ധിക്കണം. കാരണം വണ്ടി സ്പീഡാവുന്ന മനസ്സിലാവില്ല. ഇതിൽ 80 കിലോമീറ്റർ സ്പീഡാണ് ഇവരെ സിഗ്നൽ ബോർഡിലെല്ലാം കാണിക്കുന്നത്. ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് സ്ഥലത്തൊക്കെ റോഡിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ അതിൽ യാത്ര ചെയ്യാൻ വലിയ സുഖമൊന്നും ഞാൻ കാണുന്നില്ല. നല്ല ജെർക്കിംഗ് ഉണ്ട്. പക്ഷേ ഈ റോഡിൻ്റെ പെർഫെക്ഷൻ ഞാൻ മനസ്സിലാക്കിയത് വൈബ്രേഷൻ ഇല്ല, ജെർക്കിംഗ് ഇല്ല, നല്ല സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്ഥലത്ത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ റാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഒരു സ്ഥലത്തും അങ്ങനത്തെ ഒരു പണി നടക്കുന്നവരെ ഞാൻ കണ്ടില്ല. ഞാൻ കണ്ണൂർ ജില്ലയിലാണ്, അതാദ്യം പറയാം. ഇതേണ്ട, ഇതുള്ള ആൾക്കാർക്ക് നടന്നു പോയാൽ ഇതാണ്. അതിൻ്റെ കിലോമീറ്റർ സ്പീഡ് ആ മുകളിൽ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, സത്യം പറഞ്ഞാൽ കുറേ സ്ഥലത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു, നല്ല മഴ. പക്ഷേ റോഡിലൊന്നും അധികം വെള്ളമൊന്നും ഇങ്ങനെ കെട്ടി നിൽക്കുന്നൊന്നും കാണുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡിൽ ഫുള്ള് വെള്ളമാണ് കാണുന്നത്. അത് എവിടെയും ഒഴുകി പോകുന്നില്ല. ഇതുണ്ട്, ഇത് കുറേ അടുത്തടുത്ത കിലോമീറ്റർ ഓടുമ്പം അതേപോലെ ക്രോസ് ചെയ്യാനുള്ള റാമ്പ് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഏറെക്കുറെ സിഗ്നൽ, അതിൻ്റെ ലൈറ്റ്, റിഫ്ലക്ടർ ഇതെല്ലാം ഏകദേശം ഒരു ഏറെക്കുറെ പൂർത്തിയായി. ഇവരെ സംബന്ധിച്ചിട്ട് നമ്മളെ നാട്ടിലെ പണിയെല്ലാം ഭയങ്കര മന്ദഗതിയാണ്. ഇപ്പം കുറച്ചായിട്ട് നമ്മുടെ നാട്ടിൽ പണി വളരെ വളരെ സ്ലോ ആണ്. അത് പറയാണ്ടിരിക്കാൻ പറ്റും. അത് എല്ലാവർക്കും മനസ്സിലാവും, നമ്മുടെ നാട്ടിലെല്ലാവർക്കും. ഫസ്റ്റ് നമ്മളിവിടെ പണി നടക്കുമ്പം ഒരുപാട് ഇലക്ട്രിക്കിൻ്റെ പിന്നെ വലിയ ടിപ്പർ ലോറി ഉണ്ടായിന്. പക്ഷെ ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. അത് കുറച്ച് നാൾ മുമ്പ് തന്നെ, മാസങ്ങൾക്ക് മുമ്പ് തന്നെ അത് കണ്ടെയ്നർ വലിയ ലോറി വന്നിട്ട് അതിൽ കയറ്റിയിട്ട് ഇവർ ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ നമ്മളെ ഈ ഭാഗത്ത് ഇതുവരെ ഇലക്ട്രിക്കിൻ്റെ ലോറി ഒന്നും കാണാനില്ല. എല്ലാം ഇവർ കയറ്റിക്കൊണ്ടുപോയി. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പണി വളരെ സ്ലോ നടക്കുന്നില്ല. നമ്മളിവിടെ പാലത്തിൻ്റെ പണിയെല്ലാം ഏകദേശം നടക്കാണ്ടായിട്ട് ഒരുപാട് കാലമായി. ഇത് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ മുതൽ തളിപ്പറം പോകാത്തതിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളിൽ ഏറെക്കുറെ ഇപ്പം പണിയേ നടക്കാണ്ടായി. മഴയില്ല സമയത്തായാലും മഴയില്ലാത്ത സമയത്തായാലും പണിയെല്ലാം വളരെ സ്ലോ ആണ്. പറയാണ്ടിരിക്കാൻ പറ്റൂല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ ഒരു 2-4 കൊല്ലത്തേക്കൊന്നും ഇതൊന്നും പണി പൂർത്തിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നമ്മളെ ഇവിടെ ടോൾ ഗേറ്റിൻ്റെ പണി നടക്കുന്നുണ്ട്. കാസർഗോഡ് മംഗലാപുരത്തിൻ്റെ ഇടയിൽ ഇതിൽ ടോൾ ബൂത്തിൻ്റെ പണിയാണ് നടക്കുന്നത്. അടുത്ത് തന്നെ ഇവിടെ ടോൾ ബൂത്ത് വരും. അതിൻ്റെ പണിയെല്ലാം നടന്നുകൊണ്ടുണ്ട്. ഏകദേശം പൂർത്തിയായി. ഇനിയിപ്പോൾ അത് അടുത്ത് തന്നെ ചാലുമാവും. അതിൽ തെറ്റില്ല, അവർക്ക് അവിടെ ടോൾ വെക്കാം. കാരണം മംഗലാപുരം മുതൽ കാസർഗോഡ് വരെയുള്ള റോഡ് പെർഫെക്റ്റ്, ഒന്നും പറയാനില്ല, മൊത്തം ഫിനിഷായി. ചെറിയ സമയം വേണ്ടു നമുക്ക് ഓടിയെത്താൻ വേണ്ടി. ഒരുപാട് സമയമൊന്നും വേണ്ട. നിസ്സാര ടൈം കൊണ്ട് നമുക്ക് മംഗലാപുരം മുതൽ കാസർഗോഡ് വരെ ഓടിയെത്താൻ പറ്റും. പക്ഷേ കാസർഗോഡ് നിന്ന് നമ്മുടെ നാടായ പയ്യന്നൂരേക്ക് ഓടിയെത്തണമെങ്കിൽ ചെറിയ സമയമൊന്നും പോരാ, നല്ല ലോങ് ടൈം വേണം ഓടിയെത്താൻ. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളെ ഒരുപാട് സുഹൃത്തുക്കളോട് ഇതിലെ അത്രയും ശ്രദ്ധിച്ചിട്ട് ഡ്രൈവ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സ്പീഡാവുന്ന മനസ്സിലാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് നമുക്ക് തിരിയില്ല. കാരണം നല്ല സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് ചെറിയ സ്പീഡിൽ പോകുന്നത് ഫീൽ ചെയ്യില്ല. മീറ്റർ നോക്കിയാൽ മാത്രമേ നമുക്ക് എത്ര സ്പീഡിലാണ് വണ്ടി പോകുന്നത് മനസ്സിലാവുന്നുള്ളൂ. കാരണം അത് ഈ റോഡിൻ്റെ ഗുണം കൊണ്ട് തന്നെയാണ്. കാരണം കാണാൻ തന്നെ എന്ത് രസമറിയാം. നല്ല നീണ്ട് നിവർന്ന് കിടക്കുന്നു റോഡ്, ലോങ് കാണാൻ പറ്റുന്ന എല്ലാം. പിന്നെ നമ്മുടെ നാട്ടിൽ, അതായത് പയ്യന്നൂർ പിലാത്ര എന്ന ടൗണിൽ ഏറ്റവും വലിയ സങ്കടമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിയൊരു ടൗണാണ്. പക്ഷെ ആടെ അവർ കൊടുത്തത് നിങ്ങൾ കാണണം. ചെറിയൊരു അണ്ടർപാസ് മാത്രമാണ് ആടെ അനുവദിച്ചിന്.
സത്യം പറഞ്ഞാൽ അത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നറിയാം. ശരിക്കും പറഞ്ഞാൽ അവർക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് അവർ നശിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ ഫില്ലർ വെച്ചിട്ട് പാല ഉണ്ടാക്കിയെങ്കിൽ അതിൻ്റെ അടിയിൽ പേ പാർക്കിങ്ങോ അല്ലെങ്കിൽ വല്ല കട കാര്യങ്ങൾ ഒരുപാട് ഗുണങ്ങളുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവരില്ലാണ്ടാക്കി. അതുകൊണ്ട് എന്തൊരു നഷ്ടമാണെന്നറിയാം. അതിപ്പോൾ ഞാൻ പറയാൻ കാരണം വെച്ചാൽ കാസർഗോഡ് ടൗണിലെ പാലം നിങ്ങൾക്ക് വഴി ചെയ്താൽ ഞാൻ എൻ്റെ വീഡിയോയിൽ കാണും. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഫില്ലർ, അത് വൺ ഫില്ലറിലാണ് മൊത്തം ആ പാലത്തിൻ്റെ പണി പോകുന്നു. അതായത് ഈ 6 വരി പാത പോകുന്നത് ഒറ്റ ഫില്ലറിലാണ്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ അടിയിൽ ഇതാ നോക്കിയേ, ഇതിൻ്റെ അടിയിൽ എത്ര കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കറേ. എത്ര സ്ഥലം ഇതാ വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കിയേ. ഒരുപാട് സൗകര്യങ്ങൾ. ഇത് കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം, നമ്മുടെ നാടിനെ അപേക്ഷിച്ച് സങ്കടവും തോന്നും. എന്താ അല്ലേ? ഇതാ നിങ്ങൾ കണ്ട, ഇത് പാലം പോകുന്ന കണ്ട ഒറ്റ ഫില്ലറിലാണ് പോകുന്നത്. 6 വരി പാത ഒറ്റ ഫില്ലറിൽ. എത്ര സ്ഥലം നോക്കിയാൽ നിങ്ങൾ. എങ്ങനെയും ചെയ്യാൻ പറ്റും. പാർക്കിങ്, പിന്നെ നല്ല ചെടിത്തോട്ടം എല്ലാം കൊണ്ടും പിന്നെ എത്ര മനോഹരമാണല്ലേ ആടെ. എത്ര വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും നോക്കിയേ. നമ്മളെ പ്ലാത്ര എന്ന് പറഞ്ഞ ടൗണിലൊന്നും ഇപ്പം വണ്ടി വെക്കാൻ സത്യം പറഞ്ഞാൽ സ്ഥലമില്ല. കഷ്ടപ്പെടുന്ന എല്ലാവരും ടൗണിൽ പോയി ഫുൾ എപ്പം ബ്ലോക്കാണ്. എന്താ ചെയ്യുക? പിന്നെ ഞാൻ ഇവിടെ കണ്ട പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിൽ നിന്ന് താഴേക്ക് മഴവെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള പൈപ്പില്ലേ, അത് ഇവർ ഒരുപാടെണ്ണം അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ട അത് നിങ്ങൾ നോക്കിയേ, എത്ര എണ്ണം നോക്കിയേ. അത് ഇതിനെ സംബന്ധിച്ചിട്ട് നമ്മളെ നാട്ടിൽ കൊടുത്തത് എത്രയോ മീറ്റർ അകലെയാണ് ഓരോ പൈപ്പ് ഇവർ വെള്ളത്തിന് കൊടുത്തിട്ടില്ല. ഇത് നമ്മളെ മെഹബൂബ് ബസ്. ഇത് കാണുമ്പോൾ വേറൊരു സങ്കടമുണ്ട്. കാരണം കർണാടക വണ്ടിയാണ്, മംഗലാപുരം കണ്ണൂരായിട്ടാണ് ഈ വണ്ടിയുടെ റൂട്ട്. നമ്മുടെ നാട്ടിൽ കളറ് അനുവദിക്കൂലല്ലോ, ഇവർക്കത് പ്രശ്നമല്ല. ഒരു കാലം നമ്മുടെ നാടും ഫുൾ കളർഫുള്ളായിരുന്നു ബസ്സെല്ലാം. ഏകദേശം നമ്മൾ കാസർഗോഡ് ടൗണ് ഏകദേശം എത്തി. ഞാൻ ഇവിടെ വരില്ല, എൻ്റെ സുഹൃത്തിൻ്റെ അടുത്തേക്ക് ഞാൻ പോകാൻ പോകുന്ന. അപ്പം എൻ്റെ വീഡിയോ ഏകദേശം ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യും. കാരണം ഇവിടെ എൻ്റെ സുഹൃത്തിൻ്റെ ഹോട്ടലുണ്ട്. അവിടെ പോയി ഉച്ചകൊണ്ടെല്ലാം കഴിച്ചിട്ട് നാട്ടിലേക്കുള്ളൂ. അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നന്ദി.